26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തുടർച്ചയായ 5-ാം ദിവസവും ഇറാന് നേരെ ആക്രമണം ശക്തമാക്കി US. അമേരിക്കയുടെ ആക്രമണങ്ങളിൽ ഇതുവരെ 35 പേർ കൊല്ലപ്പെട്ടതായും 300ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. തിരിച്ച് ഇറാനും ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ്. തുടർച്ചയായ 5-ാം ദിവസവും ഇറാന്റെ പ്രധാന നഗരങ്ങൾക്കും തുറമുഖങ്ങൾക്കും നേരെ അമേരിക്ക വ്യോമാക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യമാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. തുടരുന്ന ഈ ആക്രമണങ്ങളിൽ ഇതുവരെ 35 പേർ കൊല്ലപ്പെട്ടതായും നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും ഇറാന്റെ റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തിരിച്ചടി തുടർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാന്റെ തുറമുഖ നഗരങ്ങളെയും ദ്വീപുകളെയും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നിന്നും വ്യത്യസ്തമായി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും ആക്രമണമുണ്ട്. വലിയ ആശങ്ക ഇത് ഇരട്ടിയാക്കുന്നു. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ കൂടുതൽ ഉൾഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുമെന്നാണ് ഇതിന്റെ മുന്നറിയിപ്പെന്ന് പറയുന്നു. 4 ദിവസത്തിനിടയിൽ ഇത്ര വലിയ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമാണ്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയുമായി കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. കുവൈറ്റിനും ബഹ്റൈനും പുറമെ ജോർദാന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ട്. തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് വന്ന മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിച്ചതായി കുവൈറ്റും ബഹ്റൈനും വ്യക്തമാക്കി. അതേസമയം സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയുമായി നിലവിൽ യാതൊരുവിധ ചർച്ചകൾക്കും ഇല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. രാജ്യം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ തങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും മാത്രമാണ് മുൻഗണന നൽകുന്നത്. ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്നും ഇറാൻ പറഞ്ഞു. പ്രശ്നപരിഹാരം വേണമെന്ന് ഇറാൻ തന്നോട് ആവശ്യപ്പെട്ടതായും അതിനുള്ള സാധ്യതകൾ വിലയിരുത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രതികരിക്കുകയുണ്ടായി. 2024 ഇറാൻ പിടികൂടിയ ഒരു അമേരിക്കൻ പൗരനെ സ്വമേധയാ വിട്ടയക്കാൻ അവർ തീരുമാനിച്ചത് സമാധാനത്തിനുള്ള നല്ലൊരു ലക്ഷണമായി കാണുന്നുവെന്നും തുടർ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ടെങ്കിലും സമാധാനത്തിനായുള്ള വ്യക്തമായ സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.